ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപ. ബാങ്ക് അക്കൗണ്ടുകളിലെ പരിശോധനയിൽ പാർട്ടിക്കൊന്നും ഭയക്കാനില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. എല്ലാ ഇടപാടുകളും നിയമാനുസൃതം. പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ച് കടത്തിയവർ പിടിയിൽ. ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിലെത്തിച്ച് സ്വർണം അരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് മോഷ്ടാക്കൾ പിടിയിലായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ബാങ്കിൽ ഇന്നലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു. പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. 1998 തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂരിലെ CPMന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് മാത്രമല്ല ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷനും അന്വേഷിക്കുമെന്നാണ് നിലവിലെ സൂചനകൾ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ 1998 തുടങ്ങിയ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-ന് 6 കോടിയിൽ പരം രൂപയായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1 കോടി ഏപ്രിൽ 2-ന് ജില്ലാ സെക്രട്ടറി പിൻവലിച്ചു. 1 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും മറ്റൊരു 4 കോടിയും ബാങ്കിലുണ്ട്. ഇവയുടെ ഇടപാടുകൾ തടഞ്ഞ ഉദ്യോഗസ്ഥർ ഏപ്രിൽ 2-ന് പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുതെന്നും നിർദ്ദേശിച്ചു. മീഡിയ ടൈം, തൃശൂർ. ബാങ്ക് അക്കൗണ്ടുകളിലെ പരിശോധനയിൽ പാർട്ടിക്കൊന്നും ഭയക്കാനില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. എല്ലാ ഇടപാടുകളും നിയമാനുസൃതമാണ്. 1 കോടി രൂപ പിൻവലിച്ചത് ആവശ്യത്തിന് വേണ്ടിയാണെന്നും രാഷ്ട്രീയമായി LDFനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും MM വർഗീസ് പ്രതികരിച്ചു. CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി. അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ LDFന്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ 3 മണ്ഡലങ്ങളിലും, തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂർ, ഈ 3 മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് LDFന്. LDFന്റെ മേൽക്കൈ എതിരാളികൾ വരെ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും. അപ്പോൾ അതിന് തടയിടാൻ പറ്റുന്നൊരു പരിശ്രമമാണ്. ആരെന്ത് ശ്രമം നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല. LDF നല്ല വിജയം കേരളത്തിൽ LDFന് ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ LDFന്റെ 3 സ്ഥാനാർത്ഥികൾ വിജയിക്കും. പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ച് കടത്തിയവർ പിടിയിൽ. ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിലെത്തിച്ച് സ്വർണം അരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് മോഷ്ടാക്കൾ പിടിയിലായത്. മുൻപും ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായിട്ടുണ്ട്. തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ മല്ലിക, രേണുഗോപാൽ എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘത്തിലെ ഒരാൾ പുഴ നീന്തിക്കടന്ന് രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 10:30-യോടെയാണ് സംഭവമുണ്ടായത്. പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം ചാക്കിലാക്കി കൊണ്ടുപോകുന്നതിനിടെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവരെ പിടികൂടിയത്. മോഷ്ടിച്ചെടുക്കുന്ന ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് പ്രതികൾ ചെയ്തു വരുന്നത്. മുൻപും ശ്മശാനത്തിൽ നിന്ന് പലരുടെയും ചിതാഭസ്മം കാണാതായിട്ടുണ്ട്. പഴയന്നൂർ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് രാത്രിയിൽ പെട്രോളിംഗ് നടത്താറുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഇത്തരം പ്രവർത്തനത്തിൽ നാട്ടുകാർക്കോ ഇവിടെയുള്ള തൊഴിലാളികൾക്കോ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കോമരക്കൂട്ടങ്ങളുടെ വരവ് കാത്ത് വടക്കേടത്ത് മഠം. കോഴിക്കല്ല് മൂടൽ ചടങ്ങുകൾ കഴിഞ്ഞതോടെ വടക്കേടത്ത് മഠം തറവാടിന്റെ അകത്തളങ്ങളിൽ കോമരക്കൂട്ടങ്ങളുടെ ചിലമ്പൊലി ശബ്ദം ഉയർന്നു തുടങ്ങി.
കുരുമ്പക്കാവിലെത്തുന്ന കോമരക്കൂട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് കിഴക്കേനടയിലെ പുരാതനമായ വടക്കേടത്ത് മഠം. അശ്വതി കാവുതീണ്ടലിനായി എത്തുന്ന ചെമ്പട്ടുചോലയണിഞ്ഞ കോമരക്കൂട്ടങ്ങളുടെ ഇരമ്പിയാർക്കലിന് കാതോർത്ത് വടക്കേടത്ത് മഠം. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവുമായി ആചാരപരമായ ബന്ധമുള്ള ഈ 3 നില തറവാടിന്റെ അറയിൽ ഭഗവതിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് സങ്കല്പം. കോഴിക്കല്ലുമൂടൽ ചടങ്ങുകൾ കഴിഞ്ഞതോടെ വടക്കേടത്ത് മഠം തറവാടിന്റെ അകത്തളങ്ങളിൽ കോമരക്കൂട്ടങ്ങളുടെ ചിലമ്പൊലി ശബ്ദമുയർന്നു തുടങ്ങി. വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോമരങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അശ്വതി കാവുതീണ്ടലിനായി അവകാശത്തറകളിലും ഈ തറവാട് മുറ്റത്തും വിശ്രമത്തിലാണ്. ഇനി അശ്വതി നാൾ വരെ ആയിരക്കണക്കിന് കോമരങ്ങൾ ഇവിടെയെത്തും. ഭരണി ഉത്സവത്തിനും അശ്വതി കാവുതീണ്ടലിനുമായി കുരുമ്പക്കാവിലെത്തുന്ന കോമരക്കൂട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് കിഴക്കേനടയിലെ പുരാതനമായ വടക്കേടത്ത് മഠം. ഭരണി ചടങ്ങുകൾക്ക് ആദ്യമായി കുരുമ്പക്കാവിലെത്തുന്ന കോമരം വെട്ടിത്തെളിയുന്നത് വടക്കേടത്ത് മഠത്തിൽ നിന്നും പ്രധാന കോമരം പൂജിച്ചു നൽകുന്ന പള്ളിവാൾ ഉപയോഗിച്ചാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. റോഡരികിലെ കാനയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. VR പുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം ചിറമേൽ വീട്ടിൽ 57 വയസ്സുള്ള ജെയിംസിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ശനിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുന്നിലെ കാനയിൽ തലകുത്തി വീണ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലേക്ക് കയറുന്നതിനിടെ കാൽ തെറ്റി കാനയിലേക്ക് വീണതാകാമെന്നാണ് നിഗമനം. ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് നെടുമ്പാശ്ശേരി പുലിക്കുന്നത്ത് വീട്ടിൽ സിദ്ദിഖിന്റെ മകൻ 28 വയസ്സുള്ള അനസിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനസിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:40 എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന 1665 കണ്ണൂർ എക്സ്പ്രസിൽ നിന്നുമാണ് അനസ് വീണത്. ഇയാൾ ആലുവയിൽ നിന്നും കണ്ണൂരിലെ സഹോദരി ഭർത്താവിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ധ്യാനം ആരംഭിച്ചു. വൈകിട്ട് 5:15 മുതൽ 8:30 വരെ ദേവാലയ അങ്കണത്തിലാണ് ധ്യാനം. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലാണ് ധ്യാനം നയിക്കുന്നത്. കല്ലൂർ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ് താലപ്പൊലി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കാഴ്ചശീവേലി, മേളം, പഞ്ചവാദ്യം, നിറമാല, ചുറ്റുവിളക്ക്, ദീപക്കാഴ്ച, താലപ്പൊലി, വിളക്കെഴുന്നള്ളിപ്പ്, മുടിയേറ്റ് എന്നിവ നടന്നു. കുഴൂർ ശ്രീകാവിൽ കുളങ്ങര ഗോശാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുകയാണ്. 5-ാം ദിവസം രുക്മിണി സ്വയംവര ചടങ്ങ്, ദീപാരാധന എന്നിവ നടന്നു. മോളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. തുമ്പൂർമുഴിയിൽ മെമ്മറി ലൈനിന്റെ വാർഷിക കലാ ക്യാമ്പിന് തുടക്കമായി. തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മെമ്മറി ലൈനിലെ അംഗങ്ങളായ 40ഓളം കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. തുമ്പൂർമുഴി ഉദ്യാന പരിസരത്തെ പ്രകൃതി ദൃശ്യങ്ങളും സമകാലിക പ്രശ്നങ്ങൾക്കും കലാകാരന്മാർ ദൃശ്യാവിഷ്കാരം നൽകി. തുമ്പൂർമുഴി ഗാർഡനിൽ നടന്ന ചടങ്ങ് ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ചോല ഗാലറി CEO ജോമോൻ ആലുക്ക, എഴുത്തുകാരൻ MG ബാബു, ആർട്ടിസ്റ്റ് സുരേഷ് മുട്ടത്തി, DMC മാനേജർ CP മുഹമ്മദ് നിഷാദ്, ബീന സന്തോഷ്, റാഫി പ്രജര, മനോജ് മുണ്ടപ്പാട്ട് എന്നിവർ സംസാരിച്ചു. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാന യജ്ഞ സമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായി നടത്തുന്ന അന്നദാനത്തിന്റെ കലവറ നിറയ്ക്കൽ നടന്നു. തെക്കേ മൈതാനിയിലെ അന്നദാന പന്തലിൽ നടന്ന കലവറ നിറയ്ക്കലിൽ 100 കണക്കിന് ദേവി ഭക്തർ പങ്കെടുത്തു. അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ P നാരായണൻകുട്ടി മേനോൻ, സേവാഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ, അന്നദാന യജ്ഞ സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് M ത്രിവിക്രമൻ അടികൾ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ, AN ജയൻ, VG ഹരിദാസ്, OV സന്തോഷ്, ശാന്തി, T സുന്ദരേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
3 ദിവസങ്ങളിലായി നടക്കുന്ന അന്നദാന യജ്ഞത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 9:30 കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ നിർവഹിക്കും. ചാലക്കുടി മർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം KS ഹുസൈൻ ബാക്കവി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി മനീഷ് ജിൻസൺ കണ്ണത്ത്, റൈസൻ ആലൂക്ക, ഷൈജു പുത്തൻപുരയ്ക്കൽ, ചന്ദ്രൻ കൊളത്താപ്പിള്ളി, ഷക്കീർ MM, അബ്ദുൾ മജീദ്, ബഷീർ ET, ബിന്യാമൻ, ഷിജി എന്നിവർ സംസാരിച്ചു. കുട്ടമംഗലം നിവാസി കൂട്ടായ്മയും മഹല്ല് കമ്മിറ്റിയും സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് PSP ജവാഹിർ, ഷംസുദ്ദീൻ മുന്നാസ്, ഇക്ബാൽ, റഫീഖ്, മസൂദ്, ബദറുദ്ദീൻ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 400ഓളം കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റ് വിതരണം ചെയ്തത്. കയ്പമംഗലം കാക്കത്തുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മഹൽ ഖത്തീബ് അബ്ദുറഹ്മാൻ അൻവരി റമളാൻ സന്ദേശം നൽകി. ഇസത്തുൽ ഇസ്ലാം മദ്രസ സദർ മുഅല്ലിം ഉമ്മർ സഅദി പ്രാർത്ഥന നിർവഹിച്ചു. ബദർ പള്ളി മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, മദ്രസ കമ്മിറ്റി അംഗങ്ങൾ, ഇസത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ, IFB മദ്രസ വിദ്യാർത്ഥികൾ, മഹല്ല് നിവാസികൾ എന്നിവർ പങ്കെടുത്തു. പൊതുതെരഞ്ഞെടുപ്പ് ജനറൽ നിരീക്ഷകൻ രുദ്രേന്ദ്ര നാരായൺ ബസു റോയ് ചൗധരി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള സ്ട്രോങ് റൂമുകൾ സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസുമായി ചർച്ച നടത്തി. ഒരുക്കങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും വിവരങ്ങൾ ആരാഞ്ഞു. ചാലക്കുടി മണ്ഡലം വരണാധികാരി ആശ C അബ്രഹാം ഒപ്പമുണ്ടായിരുന്നു. ET ടൈസൺ MLAയുടെ ഓഫീസിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയൂബ്, PA നൌഷാദ് തുടങ്ങി ജനപ്രതിനിധികൾ, പ്രമുഖ വ്യക്തികൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5,10,00,000 രൂപ. ബാങ്ക് അക്കൗണ്ടുകളിലെ പരിശോധനയിൽ പാർട്ടിക്കൊന്നും ഭയക്കാനില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. എല്ലാ ഇടപാടുകളും നിയമാനുസൃതം. പൊതുശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ച് കടത്തിയവർ പിടിയിൽ. ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിൽ എത്തിച്ച് സ്വർണം അരിച്ചെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് മോഷ്ടാക്കൾ പിടിയിലായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.